ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ബോർഡുകൾ കൊടുക്കാറുണ്ട്. സ്വിച്ച് ബോർഡുകൾ മെറ്റൽ ടൈപ്പ് വരുന്നുണ്ട്, അതായത് മെറ്റലിൽ തന്നെ ഗാൽവനൈസ് ചെയ്ത മോഡൽ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ PVCയുടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഭാവിയിൽ വയ്ക്കാൻ പറ്റുന്നൊരു മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് സ്റ്റീലാണ് ഫുൾ ബോക്സ് വരുന്നത്. തുരുമ്പ് കാര്യങ്ങളൊന്നും എടുക്കാത്ത രീതിയിൽ തന്നെ ഹൈ ക്വാളിറ്റിയാണ് സ്റ്റീലിൻ്റെ മെറ്റീരിയൽ. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് 8 മോഡുകളുടെ ബോക്സാണ് വരുന്നത്. 8 മോഡുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 8 മോഡുകൾ, 3 മോഡുകൾ, അതുപോലെ തന്നെ 12 മോഡുകൾ, അതുപോലെ തന്നെ 18 മോഡുകൾ, അങ്ങനെ പല മോഡുകളിലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യമേ തന്നെ നോക്കുക, ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. അതായത് ഫുൾ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നോക്കൗട്ട് കാര്യങ്ങൾ ബാക്കിൽ നിന്ന് 2 കൊടുക്കാവുന്ന രീതിയിലാണെങ്കിലും, പിന്നെ മുകളിൽ നിന്ന് 4, താഴെ നിന്ന് 4, സൈഡിൽ നിന്ന് 2, ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, അങ്ങനെ ഏത് പൊസിഷനിലും നമുക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് 2 മോഡുകളുടെ ബോക്സാണ് വരുന്നത്. 2 മോഡുകളുടെ റേറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പറയുന്നില്ല, റേറ്റ് പറയുന്നില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതായത് 2 മോഡുകളുടെ റേറ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. അതായത് 2 സ്വിച്ച് വരാവുന്നതിനെയാണ് 2 മോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്ലഗ് സോക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലഗ് സോക്കറ്റ് 2 ബോഡികളാണ് അവിടെ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, പ്ലഗ് ആണെങ്കിൽ ഒറ്റ മോഡുകൾ, ആ ഒറ്റ 2 ബോഡികളായിട്ടാണ് കൂട്ടുന്നത്. 2 സ്വിച്ചിനെയാണ്, അതായത് ഒരു മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്വിച്ച് കൊടുക്കുന്നതിനാണ് ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് 18 മോഡ്യൂളിൻ്റെയാണ് വരുന്നത്. 18 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ 18 സ്വിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതായത് വീടിൻ്റെയൊക്കെ മെയിനായിട്ട് വരുന്ന ഫ്രണ്ടിൽ ഏരിയ വരുന്ന ഡോറിൻ്റെ അടുത്ത് വരുന്ന മെയിൻ ഡോറിൻ്റെ അടുത്തും, അതിന് പുറത്ത് ലൈറ്റുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന സിറ്റ് ഔട്ടിലേക്കൊക്കെ കണക്ഷൻസ് എല്ലാം വരുന്ന മെയിൻ സ്വിച്ച് ബോർഡായിട്ടാണ് 18 മോഡുകൾ സാധാരണ നമ്മൾ കൊടുക്കാറ്. പിന്നെ നമുക്ക് സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 18 മോഡുകളുടെ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് 12 മോഡുകൾ, അതായത് 12 മോഡുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 12 സ്വിച്ച് കൊടുക്കാവുന്ന രീതിയിൽ. 12 സ്വിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 12 അത്രയും സ്വിച്ചിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റെഗുലേറ്റർ കൊടുക്കുകയാണെങ്കിൽ 2 മോഡുകളായിട്ട് കൂട്ടുന്നത്. 2 മോഡുകളുടെ റെഗുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 1 മോഡുകളുടെ റെഗുലേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എത്ര പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ശേഷം അറേഞ്ച് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചുള്ള ബോക്സുകളാണ് നമ്മൾ വെക്കുന്നത്. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ഇതിൻ്റെ MRP നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്, ഞാൻ പറയുന്നില്ല. MRP 12 മോഡുകളുടെ MRP, അതുപോലെ തന്നെ 18 മോഡുകളുടെ, പിന്നെ 8 മോഡുകൾ. കോമൺ ആയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് 2 മോഡുകൾ, 3 മോഡുകൾ, 4 മോഡുകൾ, 6 മോഡുകൾ, 8 മോഡുകൾ. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും ലൈറ്റിൻ്റെ ഓപ്ഷൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് 12 മോഡുകളും 18 മോഡുകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നോക്കൗട്ടൊക്കെ വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 25 mm പൈപ്പിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 20 അല്ല, 25 ചെയ്യാവുന്ന രീതിയിൽ, അതായത് 1 ഇഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് 3/4 ഇഞ്ച് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നോക്കൗട്ടും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഹാർഡ് മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ തുരുമ്പ് പിടിക്കുന്നുള്ളൊരവസ്ഥ നമുക്ക് ഒരിക്കലും വരുന്നില്ല. അല്ലാതെ ഗാൽവനൈസ്ഡ് ബോക്സുകളാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നനവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് പതുക്കെ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പതുക്കെ തുരുമ്പ് കയറുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാവുന്ന ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മോഡലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ പല കമ്പനികളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കമ്പനി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പനിയെന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് സാധാരണ ബോക്സിനേക്കാൾ ഒരു ഇത്തിരി ശതമാനം പൈസ കൂടുതൽ മാത്രമേ ഉള്ളൂ. പൈസ ഇത്തിരി കൂടിയാലും പ്രശ്നമില്ല എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നീട് ബോക്സ് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയായിരിക്കും ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.